ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വലിയ തടസ്സം വരുമ്പോൾ നമ്മുടെ മനസ്സും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് പുറത്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അകത്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നു. എനിക്കിത് തന്നെ വരണം, അല്ലെങ്കിൽ ഞാൻ എന്തിനും തോറ്റു പോകുന്നവനാണ്, അല്ലെങ്കിൽ തോറ്റു പോകുന്നവളാണ്, ഇനി ഒന്നും ശരിയാകാൻ പോകുന്നില്ല. ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ തുടങ്ങിയായി. എല്ലാവർക്കും നല്ലത് നടക്കുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? പെട്ടെന്ന് നമ്മൾ വെറും സ്ട്രെസ്ഡ് ആവുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ചൊരു വലിയ ഗർത്തത്തിലേക്ക് വീണു പോവുകയാണ്. ഒരു ചുഴിയിൽപ്പെട്ട പോലെ താഴ്ന്നു പോകും. അതായത് ഒരു നെഗറ്റീവ് ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്ക് താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. പിന്നെ നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും കുറ്റങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. നമ്മുടെ ജോബ്, നമ്മുടെ ബോഡി, അല്ലെങ്കിൽ ഫ്യൂച്ചർ. എന്തിന്? നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ ജോലി മോശമായിട്ട് തോന്നും, കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ശരീരം മോശമായിട്ട് തോന്നും, ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അന്ധകാരം മാത്രം. ശരിയല്ലേ? ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ ഒരിക്കലും പഠിക്കാത്ത, അല്ലെങ്കിൽ പഠിക്കാൻ വൈകിപ്പോകുന്ന ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ്. കഷ്ടപ്പാടുകളൊക്കെ തീർന്നതിന് ശേഷം വരുന്ന ഒന്നല്ല സന്തോഷം, മറിച്ച് ആ കഠിനമായ സമയങ്ങളിൽ നിന്നും നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ ഹാപ്പിനെസ് ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നോ? എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് സന്തോഷിക്കാനെന്ന്. നമ്മൾ സന്തോഷത്തെ ഒരു ഫിനിഷിംഗ് ലൈൻ പോലെയാണ് കാണുന്നത്. പക്ഷെ സത്യം അതല്ല. സന്തോഷം എന്നത് വേദനകൾ ഇല്ലാതാകുമ്പോൾ വരുന്ന ഒന്നല്ല, മറിച്ച് വേദനകൾക്കിടയിൽ നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതാണ്. നമ്മൾ എപ്പോഴും തെറ്റായ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ തലച്ചോറ് കഷ്ടപ്പാടുകളെ ആകർഷിക്കുന്ന ഒരു കാന്തമായിട്ട് മാറും. അതായത് സങ്കടങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തം പോലെ. ഇത് ശരിക്കും ഒരു സ്ലിപ്പറി സ്ലോപ്പാണ്. ഒരിക്കൽ വീണാൽ പിന്നെ എഴുന്നേൽക്കാൻ പ്രയാസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലൈഫ് മൊത്തം പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അതിനിടയിൽ ഒരു ചെറിയ നല്ല കാര്യം കണ്ടെത്താൻ നമ്മുടെ ബ്രെയിനിനെ റീവെയർ ചെയ്യാൻ പറ്റിയാലോ? നമ്മൾ ഒരു ചെറിയ ശതമാനം നന്മയെങ്കിലും തിരയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രമല്ല, ബ്രെയിനും റീവെയർ ആകാൻ തുടങ്ങും. നമുക്ക് ചുറ്റുമുള്ള പലരും വളരെ നല്ല മനുഷ്യരാണെങ്കിൽ പോലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് തകർന്നു പോകും. ബില്ലടയ്ക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ചെറിയൊരു സ്ട്രെസ് വരുമ്പോൾ അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു, അല്ലേ? ഇനി എന്തിനാണ് നമ്മളിത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ചുറ്റുമുള്ള ചിലരെ ശ്രദ്ധിച്ചാൽ മതി. ചില ആളുകളുണ്ട്, അവർക്ക് എപ്പോഴും പരാതിയായിരിക്കും. ഇനി അവർക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ പോലും അവർ പറയും, അയ്യോ ഇതിനി ടാക്സ് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന്. അവർ നെഗറ്റീവ് ആവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടൊന്നും അല്ല അങ്ങനെ സംഭവിക്കുന്നത്, മറിച്ച് വർഷങ്ങളായി അവർ അറിയാതെ തന്നെ അവരുടെ തലച്ചോറിനെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം കാണാൻ പഠിപ്പിച്ചു പോയി. അതാണ് കാര്യം. നേരെ മറിച്ച് ചിലരെ കണ്ടിട്ടില്ലേ, വലിയ പ്രതിസന്ധി ഘട്ടത്തിലും അവർ ചിരിച്ചുകൊണ്ട് നിൽക്കും. അവരാണ് ഇന്നർ വർക്ക് ചെയ്യുന്നവർ. ജീവിതം വളരെ പ്രയാസകരമാകുമ്പോൾ അവർ തളർന്നു പോകില്ല. കാരണം എത്ര വലിയ കുഴപ്പങ്ങൾക്കിടയിലും അതിനുള്ളിലെ ഒരു പോസിറ്റീവ് കാര്യം കണ്ടെത്താൻ അവർ അവരുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. വീടിന് തീ പിടിക്കുമ്പോൾ അയ്യോ ഒന്നുമില്ല, എല്ലാം ശുഭമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതല്ലത്. അതിനെയാണ് നമ്മൾ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അത് അപകടകരമാണ്. മറിച്ച് നമ്മൾ പറയുന്നത് സാഹചര്യത്തെ അംഗീകരിക്കാനാണ്. അതെ, ഇപ്പോൾ കാര്യങ്ങൾ കഷ്ടമാണ്, എനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് സമ്മതിക്കാം. അതിനുശേഷം ആ വേദനയിൽ നിന്നും എനിക്കെന്ത് പഠിക്കാം എന്ന് ചിന്തിക്കാം. ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല കേട്ടോ. നമ്മുടെ തലച്ചോറിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു പ്രത്യേകതയുണ്ട്. ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് മാറാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ തലച്ചോറ്. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു വലിയ പുൽമേട് സങ്കല്പിക്കുക. അവിടെ വഴിയൊന്നുമില്ല. നിങ്ങൾ ആദ്യമായിട്ട് ആ പുല്ലിലൂടെ നടക്കുമ്പോൾ പ്രയാസമായിരിക്കും. പക്ഷെ നിങ്ങൾ ദിവസവും ഒരേ പാതയിലൂടെ നടന്നാൽ അവിടെ ഒരു ചെറിയ വഴി തെളിയും, അല്ലേ?
കുറച്ച് കാലം കഴിയുമ്പോൾ അത് ചെറിയൊരു വഴിയായിട്ട് മാറും. പിന്നീട് നിങ്ങൾ ആലോചിക്കാതെ തന്നെ ആ വഴിയിലൂടെ നടക്കും, അല്ലേ? നമ്മുടെ ചിന്തകളും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ എപ്പോഴും എൻ്റെ ജീവിതം കഷ്ടമാണെന്ന് ചിന്തിച്ചാൽ തലച്ചോറിൽ ആ വഴി ശക്തമാകും. പക്ഷേ ഇന്ന് എനിക്ക് നല്ലൊരു ചായ കുടിക്കാൻ പറ്റി, അതിന് നന്ദി. ഇന്ന് ഒരു ചെറിയ കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾ പുതിയൊരു വഴി വെട്ടുകയാണ്. അതായത് ഓരോ തവണയും നിങ്ങൾ ബോധപൂർവം ഒരു നല്ല കാര്യം ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലെ പോസിറ്റീവ് പാറ്റേൺ ശക്തമാകും. നേരെ മറിച്ച് നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് പാറ്റേൺ കൂടുതൽ ശക്തമാകും. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് എന്ന് ഞാൻ പറയുമ്പോൾ പലർക്കും ദേഷ്യം വരാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എനിക്കേ അറിയൂ എന്നാണ് പലരും മറുപടി പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ തലച്ചോറിലെ ആ കണക്ഷനുകൾ കൂടുതൽ ബലപ്പെടുന്ന. നിങ്ങൾ സന്തോഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൂടും. 2, നിങ്ങളുടെ ഉള്ളിലെ പേടി കുറയും. 3, ജീവിതത്തിൽ മോട്ടിവേഷൻ നൽകുന്ന ഡോപ്പമിൻ സ്വീകരിക്കാൻ തലച്ചോറ് കൂടുതൽ തയ്യാറാകുന്നു. പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കൊരു വലിയ നഷ്ടം സംഭവിച്ചാൽ അതിനർത്ഥം എനിക്ക് എന്തോ വലിയ പാഠം പഠിക്കാനുണ്ടെന്ന, അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം എനിക്ക് ഇതിലും മികച്ചതെന്തോ കരുതി വെച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ ഒരു വിക്ടിമായിരിക്കണോ അതോ നിങ്ങളുടെ ജീവിതത്തിലെ നറേറ്റർ ആവണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട 3 സ്റ്റെപ്പുകൾ പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ 5 മിനിറ്റ് ഒന്ന് ശ്വാസം ശ്രദ്ധിക്കാം. ഇത് നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിനെ തിരിച്ചുകൊണ്ടുവരും. രണ്ടാമത്തേത് ചോദ്യം ചോദിക്കുക. ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്തു പഠിച്ചു? ഇതിലൂടെ എനിക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തയുടെ ട്രാക്ക് മാറ്റും. മൂന്നാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് നന്ദി തോന്നുന്ന 3 ചെറിയ കാര്യങ്ങൾ എഴുതുക. അതൊരു ചെറിയ ചായ കുടിച്ചതാവാം, അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് തന്ന പുഞ്ചിരിയാകാം. ഇത് നിങ്ങളുടെ തലച്ചോറിനെ പോസിറ്റീവ് കാര്യങ്ങൾ തിരയാൻ ട്രെയിൻ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നമുക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ പഠിക്കണം. ജീവിതം കടുപ്പമാകുമ്പോൾ ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഞാൻ മുകളിൽ പറഞ്ഞതാണ്, അതൊന്നുകൂടി പറയാം. ഇതിൽ നിന്നും എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും? 2, ഈ സാഹചര്യം എന്നെ എങ്ങനെ സ്ട്രോങ് ആക്കും? 3, ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യം എന്താണ്? അപ്പോൾ ഓർക്കുക, സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് വീണ് കിട്ടുന്ന ഒന്നല്ല, അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. ഓരോ നിമിഷവും നല്ലത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ പവർഫുൾ ആയ ഒരു വ്യക്തിയായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ മാറ്റം ഇന്ന് തന്നെ തുടങ്ങാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന വളരെ ചെറുതാണെങ്കിൽ പോലും നന്ദി തോന്നുന്ന ഒരു കാര്യം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.